നമസ്കാരം. ബിഗ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ ഇടതു വലത് മുന്നണികൾ ബി.ജെ.പിക്കെതിരെ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ചുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ. ഇത്തവണ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം ബി.ജെ.പി കൈവരിക്കുമെന്നും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. എന്നാൽ ബി.ജെ.പിക്ക് പരാജയഭീതിയാണെന്നായിരുന്നു CPIM-ന്റെ പ്രതികരണം. സംസ്ഥാനത്ത് ബി.ജെ.പിക്കെതിരെ LDF-ഉം UDF-ഉം ഒത്തുകളിച്ചുവെന്ന ആരോപണമാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ മുന്നോട്ട് വയ്ക്കുന്നത്. ഉന്മൂലന രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരു മുന്നണികളും കൈക്കൊണ്ടത്. കേരള രാഷ്ട്രീയത്തെ LDF-ഉം UDF-ഉം എന്ന് പറയുന്ന രണ്ട് ശക്തികളല്ലാതെ മറ്റാരും ഉണ്ടാകരുത് എന്ന ഒരു ഉന്മൂലന രാഷ്ട്രീയത്തിൻ്റെ അടവുകളാണ് അവർ അവസാനമായിട്ട് പയറ്റിയത്. എന്നാൽ ചില മണ്ഡലങ്ങളിൽ NDA സ്ഥാനാർത്ഥികൾക്ക് ഇതിനെ അതിജീവിക്കാനായെന്നും കുമ്മനം രാജശേഖരൻ വിശദീകരിക്കുന്നു. അതേസമയം നിയമമണ്ഡലത്തിൽ വോട്ടുമറിച്ചു എന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് UDF സ്ഥാനാർത്ഥി V. സുരേന്ദ്രൻപിള്ള പ്രതികരിച്ചു. CPM-നെ തോൽപ്പിക്കാൻ, LDF-നെ തോൽപ്പിക്കാൻ വേണ്ടി BJP വോട്ടുകൾ UDF-ന് ചെയ്തിട്ടുള്ളതായിട്ട് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ നേമത്ത് വോട്ടുകൾ അട്ടിമറിക്കപ്പെട്ടു എന്ന ആശങ്ക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി V. ശിവൻകുട്ടിയും പങ്കുവയ്ക്കുന്നു. ഒരു ബൂത്തിൽ നിന്ന് 25 വോട്ടെങ്കിലും വിലയ്ക്ക് വാങ്ങണം എന്നുള്ള നിർദ്ദേശം BJP നൽകിയിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ഇന്ന് ബിഗ് സ്റ്റോറി ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ വാർത്തയോട് പ്രതികരിക്കാൻ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, KPCC സെക്രട്ടറി, ഒപ്പം ശ്രീ V. ശിവൻകുട്ടി MLA, ശ്രീ JR പത്മകുമാർ BJP വക്താവ് എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ JR പത്മകുമാറിലേക്ക്. ശ്രീ പത്മകുമാർ, BJP-യും ഒപ്പം BDJS-ഉം ഒക്കെ ഉൾപ്പെട്ട NDA സഖ്യം വലിയ പ്രതീക്ഷ വെച്ച ഒരു തെരഞ്ഞെടുപ്പാണ് ഇത്. അതിൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ എല്ലാ ബൂത്തുകളിൽ നിന്നടക്കമുള്ള കണക്കുകളടക്കം BJP-യുടെ നേതൃത്വത്തിന് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരൻ പറയുന്നത് സംസ്ഥാനത്ത് LDF-ഉം UDF-ഉം BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി ഒത്തുകളിച്ചു എന്ന്. ഉന്മൂലന രാഷ്ട്രീയം എന്നുള്ള പ്രയോഗമാണ് അദ്ദേഹം നടത്തിയത്. എന്തടിസ്ഥാനത്തിലാണ്, ഇനി വോട്ടെണ്ണാൻ ഇരിക്കുന്നതേ ഉള്ളൂ, ഇത്തരമൊരു ഘട്ടത്തിൽ BJP-യുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു പ്രതികരണം വരുന്നത്? BJP-യുടെ ഭാഗത്ത് മാത്രമല്ലല്ലോ, ഇതിന് താങ്കളുടെ ഈ ന്യൂസിൽ തന്നെ LDF-ന്റെ UDF-ന്റെ നേതാക്കന്മാർ പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഈ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളുടെ വിലയിരുത്തലിനെ സംബന്ധിച്ച് BJP-യെ തോൽപ്പിക്കുക, അല്ലെങ്കിൽ BJP നിയമസഭയിലേക്ക് കടന്നു വരാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന UDF-ഉം LDF-ഉം ഇതുവരെ ഉണ്ടായിരുന്ന ഒരു നാണയം ടോസ് ചെയ്യും പോലെ ഉള്ള രണ്ട് സൈഡുകൾ, അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. അപ്പോൾ മൂന്നാമത് രാഷ്ട്രീയം അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് BJP-യെ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് എന്നുള്ള BJP ജയിച്ചു വരും എന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് നേമത്ത്, വട്ടിയൂർക്കാവിൽ, അതുപോലെ തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലൊക്കെ അങ്ങനെ ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനോട് ചേർത്ത് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങൾ പോൾ ചെയ്തതിൻ്റെ 51% പിടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ടുപേരും യോജിച്ചുകൊണ്ട് ഞങ്ങളെ ജയപരാജയത്തെ അത് ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരങ്ങനെ ഈ LDF-ഉം UDF-ഉം കൂടെ യോജിച്ച് BJP-യെ തോൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെയും അത് പരാജയപ്പെടും. BJP നിയമസഭയിലേക്ക് കടന്നു വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ അസസ്മെന്റ്. ശ്രീ JR പത്മകുമാർ, അതായത് ഇപ്പോൾ ചില മണ്ഡലങ്ങളിൽ NDA-ക്ക് ഇത്തരത്തിലുള്ള ഉന്മൂലന രാഷ്ട്രീയത്തെ മറികടന്ന് മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കിയത്. ഇത് പറയുന്നത് ചില മണ്ഡലങ്ങളെ അടിസ്ഥാനമാക്കിയാണ്. സംസ്ഥാനത്ത് മുഴുവൻ മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ LDF-ന്റെ UDF-ന്റെ ഭാഗത്തുനിന്ന് സമീപനം ഉണ്ടായെന്നാണോ? നിങ്ങൾ വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്ന മണ്ഡലങ്ങളിൽ മാത്രം ഇത്തരത്തിൽ കേന്ദ്രീകരിച്ച നീക്കമുണ്ടായി എന്നാണോ നിങ്ങളുടെ കണക്കുകൂട്ടൽ? കേരളത്തിൽ മൊത്തത്തിൽ നമ്മൾ ട്രയാങ്കുലർ ഫൈറ്റ് വന്നിട്ടുള്ള മണ്ഡലങ്ങളിലെല്ലാം തന്നെ BJP-യെ ജയിക്കുമെന്നുള്ള സാഹചര്യമുള്ളപ്പോൾ BJP-യെ പരാജയപ്പെടുത്തുക എന്നുള്ള ഒരൊറ്റ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൽ LDF UDF-നും ചെയ്തിട്ടുണ്ട്, UDF LDF-നും ചെയ്തിട്ടുണ്ട്. താങ്കൾ തുടരുക. ഇപ്പോൾ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, നേരത്തെ ഉണ്ടായിക്കൊണ്ടിരുന്ന ആരോപണങ്ങളൊക്കെ ഒരുപക്ഷെ BJP വോട്ട് മറിച്ച് നൽകി അവരുടെ വോട്ടുകൾ LDF-നോ UDF-ലേക്കോ കൊടുക്കുന്നു എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റാണ് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ BJP-യെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി LDF-ഉം UDF-ഉം ഒത്തുകളിക്കുന്നു എന്ന്. ഇത് കേവലം ആരോപണമാണ് എന്ന് പറയുമ്പോൾ കൂടിയും ഒരുപക്ഷെ മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഉണ്ടാകാത്ത തരത്തിൽ BJP ജയിച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ചില മണ്ഡലങ്ങളുണ്ട്. സ്വാഭാവികമായും BJP വന്നാൽ തങ്ങളുടെ സ്പേസ് നഷ്ടപ്പെടുമെന്ന് കരുതുന്ന LDF-ഉം UDF-ഉം മറ്റാരും വേണ്ട തങ്ങളൊഴികെ എന്നുള്ള ഒരു കണക്കുകൂട്ടൽ എത്തിച്ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് മറിക്കുകയും ചെയ്തു എന്നാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. അത്തരത്തിൽ
വോട്ട് മറിച്ചു നൽകി BJPയെ തോൽപ്പിക്കാൻ, അവർ വിജയിക്കുമെന്ന് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മണ്ഡലങ്ങളിൽ അവരെ തോൽപ്പിക്കാൻ ആസൂത്രിതമായൊരു നീക്കം ഉണ്ടായിട്ടുണ്ടോ? ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. കാരണം UDF വളരെ ഫെയർ ആയിട്ടാണ് ഈ ഇലക്ഷനെ സമീപിച്ചിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തുടർഭരണം ലക്ഷ്യമിട്ട് നീങ്ങുമ്പോൾ ഞങ്ങൾ ആരെങ്കിലുമായി കൂട്ടുചേരാനോ, ഇവിടെ സ്വാഭാവികമായി ഇവിടെ മത്സരം നടക്കുന്നത് സംസ്ഥാന ഭരണം പിടിക്കുന്നതിന് വേണ്ടി LDF UDF തമ്മിലാണ് മത്സരം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ വേറെ ആരെങ്കിലുമായിട്ട് സെറ്റിൽ ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വരുത്താനോ വേറെ ആരെങ്കിലും നഷ്ടം വരുത്താനോ ഒന്നും ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ വളരെ ഫെയറായി ഞങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് തന്നെ ലഭിക്കണം, ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ഞങ്ങൾക്ക് നിലനിർത്താൻ കഴിയണം, ഞങ്ങൾക്ക് ഭരണത്തിൽ തുടരാൻ കഴിയണം. ഇത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ആർക്കും വോട്ട് മറിക്കാൻ നിന്നിട്ടില്ല. ഇവിടെ എന്തെങ്കിലും അത്തരത്തിൽ ഇത് നടന്നിട്ടുണ്ടെങ്കിൽ അത് BJPയും LDFും തമ്മിലാണ്. കാരണം ഇപ്പോൾ അവരിതിപ്പോൾ ആരോപണം പറയുമ്പോൾ പോലും കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് നോക്കിയാൽ മനസ്സിലാവും, നേമത്തൊഴികെ BJP രണ്ടാം സ്ഥാനത്തേക്ക് വന്ന കാസർഗോഡായാലും മഞ്ചേശ്വരത്തായാലും ഒക്കെ ജയിച്ചത് കോൺഗ്രസ്സാണ്, UDF ആണ്. UDFിൻ്റെ സ്ഥാനാർത്ഥികളാണ് ആ 2 സീറ്റിലും ജയിച്ചതെങ്കിൽ അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിയത് BJP ആണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ധാരണ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കിയിട്ടില്ല, ആരുമായും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ ഫെയറായി ഇലക്ഷനെ നേരിടുന്നു. ഞങ്ങൾക്ക് ഭരണത്തിൽ തുടരേണ്ടതുണ്ട്. ഞങ്ങൾക്ക് അതിനുള്ള ജനവിധി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പരിപൂർണമായി വിശ്വസിക്കുന്നു. ഇവർ ഇപ്പോൾ BJPയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ആരോപണം പറയുന്നത് അവർ ഇത്രയേറെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഇവിടെ വന്ന് പ്രചാരണം നടത്തി, മുഴുവൻ ആളുകളും വന്നു, കേന്ദ്രമന്ത്രിമാർ മുഴുവൻ വന്നു, എന്നിട്ടും അവർക്ക് അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ ആരെങ്കിലുമൊക്കെ മേളിൽ ചാരി അവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവർ ഇത്രയേറെ പണമൊഴുക്കിയിട്ടും ഇത്രയേറെ നേതാക്കന്മാരെ ഇറക്കിയിട്ടും അവർക്ക് വിജയിക്കുവാൻ കഴിയുന്നില്ല. ഈ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയാത്തതിന് മുൻകൂർ ജാമ്യം എടുക്കുകയാണ് അവരിതിലൂടെ ചെയ്യുന്നത്. അദ്ദേഹം നേമത്ത് ഇത്തവണ LDFിന്റെ സ്ഥാനാർത്ഥി കൂടിയായിരുന്നു. ശ്രീ വി ശിവൻകുട്ടി, ഒരുപക്ഷെ BJP ഈ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ് നേമത്ത്. താങ്കൾ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞ ഒരു കാര്യം, അവിടെ വലിയ തോതിൽ വോട്ട് അട്ടിമറി സംഭവിച്ചിട്ടുണ്ട്. ഓരോ ബൂത്തിൽ നിന്നും 20-25 വോട്ടുകൾ വീതം സമാഹരിക്കാൻ, പണം കൊടുത്തു വാങ്ങാൻ BJPയുടെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി എന്നതാണ്. ഒരുപക്ഷെ ആ മണ്ഡലത്തിലെ കൃത്യമായ കണക്കുകൾ, പോളിംഗ് ശതമാനം സംബന്ധിച്ച്, എത്ര വോട്ടുകൾ പോൾ ചെയ്തു എന്നത് സംബന്ധിച്ച് താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. ഇത്തരമൊരു അട്ടിമറി അവിടെ നേമത്ത് നടന്നിട്ടുണ്ടോ? ശ്രീ വി ശിവൻകുട്ടി കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. നേരത്തെ ബഹുമാനപ്പെട്ട BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ കുമ്മനം രാജശേഖരൻ പറഞ്ഞത് അടിസ്ഥാനരഹിതമായിട്ടുള്ള ആക്ഷേപമാണ്. ഈ LDFും UDFും എന്താ പറഞ്ഞ അദ്ദേഹം പ്രയോഗിച്ചൊരു വാക്കുണ്ടല്ലോ, എന്താ അദ്ദേഹം പറഞ്ഞത്? ഉന്മൂലന രാഷ്ട്രീയത്തിന്റെ അടവുകളാണ്. ഉന്മൂലന രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ദളിത് വിഭാഗത്തെയും അതൊരു RSS സംഘപരിവാർ ശക്തികൾ പറഞ്ഞാൽ കേൾക്കാത്ത മുഴുവൻ ആൾക്കാരെയും ഇന്ത്യയിൽ നിന്ന് ഏത് വിധേനയും ഉന്മൂലനം ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് BJP. പ്രത്യേകിച്ച് കേരളത്തിന്റെ വർഗീയ കലാപങ്ങളെ സംബന്ധിച്ചിടത്തോളം ചരിത്രം ആരെങ്കിലും ഓർമ്മിച്ചാൽ ആദ്യം അതിന്റെ നേതാവായിരുന്നത് കുമ്മനം രാജശേഖരനായിരുന്നു എന്നുള്ള വിവരം നിലയ്ക്കൽ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പൊ അത് പറഞ്ഞതിൽ എന്ന് മാത്രമല്ല, ശ്രീ കുമ്മനം രാജശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം എവിടെ വർഗീയ കലാപം നടക്കും എന്നതിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ന്യൂനപക്ഷങ്ങളാകെ തന്നെ ആശങ്കയിലാണ്, അവർ വരെ ഉത്കണ്ഠയിലുമാണ്. നേമത്ത് BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി തീരുമാനിക്കേണ്ടത് LDFിന്റെ നേതാക്കളോ UDFിന്റെ നേതാക്കളോ അല്ല. കേരളത്തിലെ വോട്ടർമാരായിട്ടുള്ള ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് BJP കേരള നിയമസഭയിൽ വരണോ വേണ്ടത് സംബന്ധിച്ചിടത്തോളം. അത് LDF തടസ്സം നിന്നു, UDF തടസ്സം നിന്നു പറഞ്ഞാൽ LDFും UDFും BJPയും ഈ തെരഞ്ഞെടുപ്പിൽ 45 ദിവസക്കാലം ക്യാമ്പയിൻ നടത്തിയല്ലോ. പ്രധാനമന്ത്രി അടക്കം എല്ലാ പാർട്ടിയുടെ ദേശീയ നേതാക്കൾ വന്നല്ലോ. എന്റെ മണ്ഡലം നേമത്താണെങ്കിൽ 2-3 മന്ത്രിമാർ, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു മന്ത്രി അടക്കം 2-3 മന്ത്രിമാർ ക്യാമ്പ് ചെയ്ത് അവിടെ പ്രവർത്തിച്ചല്ലോ. അപ്പൊ ജനങ്ങളുടെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ, എല്ലാവരും പറഞ്ഞല്ലോ. അതിനുശേഷം ജനങ്ങളാണല്ലോ തീരുമാനിക്കേണ്ടത്. അപ്പോൾ LDFും UDFും തടസ്സം നിൽക്കുന്നു എന്നല്ല പറയേണ്ടത്, ജനങ്ങൾ തടസ്സം നിൽക്കുന്നു. BJPയെ കേരള നിയമസഭയിൽ കയറാൻ പാടില്ല എന്നുള്ള നിലപാട് ജനങ്ങൾ സ്വീകരിക്കും എന്നുള്ളതാണ്. തീർച്ചയായും. ശ്രീ ശിവൻകുട്ടി, താങ്കൾ തുടരുക, വ്യക്തമാണ് അഭിപ്രായം. ശ്രീ JR പത്മകുമാർ, വലിയ പ്രചാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി BJP നടത്തുകയുണ്ടായി. പ്രധാനമന്ത്രി പ്രചാരണത്തിനായി എത്തുന്നു. BJPയുടെ ദേശീയ പ്രസിഡന്റ് തന്നെ ദിവസങ്ങളോളം സംസ്ഥാനത്ത് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നു. ഇങ്ങനെ BJPക്ക് സാധ്യമാകുന്ന രീതിയിലെല്ലാം പ്രചാരണം സംഘടിപ്പിച്ചു.
BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ ഇവിടെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ വോട്ട് ലഭിക്കും. ഇപ്പോൾ വോട്ടെണ്ണൽ പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷേ അതിന് മുന്നോടിയായി ഇത്തരമൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ പരാജയഭീതി മൂലമാണെന്നാണ് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ ഇന്ന് പറയുന്നത്. BJP മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുവെങ്കിൽ ആ വോട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് വോട്ടെണ്ണൽ കഴിയുമ്പോൾ വ്യക്തമാകുമല്ലോ. പിന്നെ എന്തിനതിന് മുന്നോടിയായി അതിന് മുൻപ് തന്നെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നു? അല്ല, ഞങ്ങൾക്ക് വ്യക്തമായ കാര്യം ഞങ്ങൾ പുറത്തു പറഞ്ഞു. ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യമായ കാര്യം ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ്. വോട്ട് കൂടുമോ കുറയോ എന്നുള്ള കാര്യം നമുക്ക് ഇനി 2 ദിവസം കൂടി, ഒരു ദിവസം നാളെ, ഒരു ദിവസം കഴിഞ്ഞ് മറ്റന്നാൾ നമുക്ക് തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതിനെക്കുറിച്ചൊരു തർക്കത്തിൽ ഞാനില്ല. പിന്നെ ജ്യോതികുമാർ ചാമക്കാല പറഞ്ഞൊരു കാര്യമുണ്ട്, തെരഞ്ഞെടുപ്പിലെ LDFും UDFും ആണ് അവസാനം മത്സരിച്ചു എന്ന്. അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡന്റ് ഇന്ന് പറഞ്ഞത് എന്താ? ഇന്ന് രാവിലെ നിങ്ങളുടെ ഉണ്ടാവുമല്ലോ, ബൈറ്റ് നോക്കുക. അവസാന കാലഘട്ടത്തിൽ BJPയും NDAയും കോൺഗ്രസ് UDFുമായിരുന്നു മത്സരമെന്ന VM സുധീരൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ അദ്ദേഹം ആദ്യം പറഞ്ഞത് ഉമ്മൻചാണ്ടിയാണ്. ആ ഉമ്മൻചാണ്ടിയെ തിരുത്തി ഇവരെല്ലാവരും കൂടി നിന്നിട്ട് ഇന്ന് VM സുധീരൻ പറഞ്ഞിട്ടുള്ളത് അതാണ്. പിന്നെ ഈസ്റ്റ് നമ്മുടെ നിയമനിയോജക മണ്ഡലത്തെക്കുറിച്ച് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ആഭ്യന്തരമന്ത്രി അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞതുണ്ടല്ലോ, അറിയാമല്ലോ, രാജഗോപാൽ RSSകാരനായ അല്ലെങ്കിൽ BJPക്കാരനായ രാജഗോപാൽ ജയിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്കിഷ്ടം മാർക്സിസ്റ്റുകാരനായ ശിവൻകുട്ടി ജയിക്കുന്നതാണെന്ന് അന്ന് നമ്മുടെ ഇന്നത്തെ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് അവർ പ്രയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ മറികടക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം. പിന്നെ രാവിലെയുള്ള ഇപ്പോൾ വളരെ മാന്യനായിട്ട് സംസാരിക്കുന്ന ശിവൻകുട്ടി, അദ്ദേഹം ശിവൻകുട്ടി എന്താ പറഞ്ഞത് രാവിലെ? നിങ്ങൾ ഈ ചർച്ച തുടങ്ങുമ്പോൾ തന്നെ ബൈറ്റ് കാണിച്ചല്ലോ. ഓരോ തെരഞ്ഞെടുപ്പിൽ ഓരോ ബൂത്തിലും 25 വോട്ട് വിലയ്ക്ക് വാങ്ങാൻ തീരുമാനിച്ചു എന്ന് അന്ന് പറഞ്ഞാൽ ആ നിയമനിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ അവഹേളിച്ചതാണ്. അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇവർ രണ്ടുപേരും പറഞ്ഞത്, UDFും LDFും പറഞ്ഞത് BJPയെ നിയമസഭയിൽ കടക്കാൻ അനുവദിക്കില്ല എന്നാണ്. ജനങ്ങൾ അതല്ലാതെ BJP ജയിക്കില്ല എന്നല്ല അർത്ഥത്തിലല്ല. ജനങ്ങളോട് അവർക്ക് BJP വോട്ട് ചെയ്യരുത് എന്നല്ല പറഞ്ഞത്. കടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ മലയാള അർത്ഥം ഇവർ രണ്ടുപേരും കൂടി ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ മറികടക്കാനുള്ള ബോധപൂർവമായ ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ നടത്തിയ പ്രചരണത്തിൻ്റെ ഫലം വോട്ടിംഗ് പെർസെൻറ്റേജിലും ഉണ്ടാക്കും. വോട്ടിൻ്റെ പെർസെൻറ്റേജ് മാത്രമല്ല എണ്ണത്തിലും ഉണ്ടാകും. നിയമസഭയിലെ അംഗങ്ങളുടെ കാര്യത്തിലും ഉണ്ടാകും. അതിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും തുടരുക ശ്രീ JR പത്മകുമാർ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അല്ലെങ്കിൽ NDA മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തെ ജനങ്ങൾ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അവർക്ക് വോട്ട് നേടാൻ കഴിയും. അവിടെ LDFും UDFും ഇത്തരത്തിലൊരു ഒളിച്ചുകളി രാഷ്ട്രീയം, നേരത്തെ ആരോപിച്ചതുപോലെ ഒരു ഒളിച്ചുകളി രാഷ്ട്രീയം നടത്തി അതിന് തടയിടാൻ നിൽക്കേണ്ടതുണ്ടോ? ഇപ്പോൾ BJP മുന്നോട്ട് വയ്ക്കുന്ന നിലപാടുകൾക്കാണ് അംഗീകാരമെങ്കിൽ, ജനാധിപത്യമാണല്ലോ, ജനങ്ങളെ തെരഞ്ഞെടുക്കേണ്ടത്, അവർ തെരഞ്ഞെടുത്തു കൊള്ളട്ടെ. അതിനെ അട്ടിമറിക്കാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ആസൂത്രിതമായ നീക്കമുണ്ടായി എന്നാണ് BJP പറയുന്നത്. അതായത് ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ നിങ്ങൾ ആസൂത്രിതമായി അതിന് എതിർ നിൽക്കുന്നു. അതായത് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ജനങ്ങൾ സമ്മതിക്കില്ല BJPയെ ഈ നിയമസഭയിൽ എത്തിക്കാൻ എന്ന് പറയുന്ന വാദഗതികൾക്കെതിരായ BJPയുടെ പ്രതിരോധം അതാണ്. അല്ല, BJPക്ക് എന്തും പറയാം. ഇവിടെ ആരെങ്കിലും പറയട്ടെ ഞങ്ങളിങ്ങനെ പരസ്യമായ ഒരു കൂട്ടുകൂടുണ്ടായെന്നോ രഹസ്യമായ കൂട്ടുകൂടലുണ്ടായി, ഞങ്ങൾക്ക് അതിനല്ല സമയം. ഞങ്ങൾ കഴിഞ്ഞ 10-45 ദിവസമായി സജീവമായി എല്ലാ മണ്ഡലത്തിലും പ്രവർത്തനം നടത്തുന്നു, ഏകോപിപ്പിച്ച പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഞങ്ങൾ കൃത്യമായി ഇലക്ഷനെ നേരിട്ടു. ഞങ്ങൾക്ക് കഴിഞ്ഞ ഗവൺമെൻറ് പ്രവൃത്തികൾ മൂലം, അതായത് ആ ഗവൺമെൻറ് വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും ഒക്കെ കൊണ്ടുപോയി ഞങ്ങൾക്ക് തീർച്ചയായും ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എന്തിനും മറ്റു കാര്യങ്ങളിലേക്ക് കിടക്കണം? BJP ഇവിടെ ഈ പിന്നെ ഈ ഇലക്ഷനിൽ പിക്ചറിൽ പോലുമില്ല. അവർ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് അതൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഭരണം തുടരുക എന്നുള്ളതാണ്. ഞങ്ങൾക്ക് അതിന് കഴിയുകയും ചെയ്യും. ശ്രീ പത്മകുമാർ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞോട്ടെ. അദ്ദേഹം ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പറയുന്നത്. ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞത്, അത് മുഴുവൻ ക്ലിപ്പിങ്ങും കേട്ടാൽ, അദ്ദേഹത്തിൻ്റെ ബൈറ്റ് മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ബോധ്യമാവും. അദ്ദേഹം പറഞ്ഞത് ഇവിടെ കേരളത്തെ സംബന്ധിച്ച് മത്സരം LDFും UDFും തമ്മിലാണ്. പക്ഷേ ദേശീയ തലത്തിൽ പ്രധാനമന്ത്രി ഇവിടെ വന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ സൊമാലിയൻ പ്രസ്താവനയോടുകൂടിയും സോണിയാഗാന്ധി ആക്ഷേപിച്ച് സംസാരിച്ചതിലൂടെയും ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധി ഇവിടെ വന്നതിലൂടെയും ദേശീയ തലത്തിൽ ഇതൊരു ശ്രദ്ധയാകർഷിക്കുന്ന മത്സരമായി. ദേശീയ തലത്തിൽ BJPയും കോൺഗ്രസും തമ്മിലൊരു മത്സരത്തിൻ്റെ പ്രതീതിയാണ്. ദേശീയ തലത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ കാണുമ്പോൾ അത്തരത്തിലൊരു പ്രതീതി കേരളത്തിൽ കാണുന്നു. കേരളത്തിലെ ഇലക്ഷനെ ദേശീയ തലത്തിൽ BJPയും കോൺഗ്രസും പിന്നെ രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് അവരുടെ പിന്നെ പ്രസ്റ്റീജിൻ്റെ കേസായി കണക്കാക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞതിലൂടെ ഉദ്ദേശിച്ചതും. അദ്ദേഹം അത് ക്ലിയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ആ ബൈറ്റ് പരിപൂർണ്ണമായി കേൾക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്യും.
ഇവിടെ വീണ്ടും അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്ന വിശ്വാസം അവരിൽ എത്തിയിരിക്കുന്നു. ഞങ്ങളെക്കാൾ കൂടുതൽ LDFും UDFും പറയുന്നത് അവിടെ നിൽക്കട്ടെ, പക്ഷേ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പോലും ഒരു തോന്നൽ വന്നിരിക്കുന്നു. ഇന്നലെ ഇലക്ഷൻ കഴിഞ്ഞ വൈകുന്നേരം 5 മണി കഴിഞ്ഞ് തീർച്ചയായും ആ മുൻകൂർ ജാമ്യമാണ് കുമ്മനത്തിന്റെ വാക്കുകളിൽ നിന്ന് താങ്കൾ വായിച്ചെടുക്കുന്നത്. ശ്രീ വി ശിവൻകുട്ടി, കടുത്ത ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലമാണ് നേമമെന്ന് പറയുന്നത്. ഈ വോട്ടുമറിക്കൽ ആരോപണം ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. ഇപ്പോഴും വലിയ വിജയപ്രതീക്ഷയുണ്ടോ താങ്കൾക്ക്? അങ്ങനെയാണെങ്കിൽ എത്ര വോട്ടിന് ജയിക്കും താങ്കൾ ഈ നേമം മണ്ഡലത്തിൽ? ഈ കടുത്ത ത്രികോണ മത്സരം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം കഴിഞ്ഞ വർഷം UDF പിടിച്ചത് 20,500 വോട്ടാണ്. ഞാൻ ജയിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് 54,000 സംതിങ് ആണ്. അപ്പോൾ ഒരു 7,000 വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ കടുത്ത ത്രികോണ മത്സരം കഴിഞ്ഞ വർഷം ഇല്ലായിരുന്നു, നേരിട്ടുള്ള മത്സരമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ വർഷവും BJPയും LDFും തമ്മിലുള്ള നേരിട്ട മത്സരം തന്നെയാണ് ഈ വർഷവും എനിക്കൊക്കെ തോന്നിയത്. അതായത് നേരത്തെ ശ്രീ പത്മകുമാർ പറഞ്ഞതില് നേമത്തെ ജനങ്ങളെ അവഹേളിച്ചതല്ല. ഇവിടെ കോളിയൂരിൽ അവിടെ സാരി വിതരണം ചെയ്തു. ഞങ്ങൾ അവിടെ നാട്ടുകാർ തടഞ്ഞു. പത്രങ്ങളിലും ഒക്കെ വാർത്ത വന്നാണ് ഇലക്ഷൻ കമ്മീഷൻ കേസെടുത്താണ്, പോലീസ് ഒക്കെ തന്നെ കേസെടുത്തിട്ടുള്ളതാണ്. ഞാൻ സൂചിപ്പിച്ചത് ഇന്നലെ എല്ലാ ബൂത്തുകളിലും ഞാൻ സഞ്ചരിച്ചിരുന്ന ബൂത്തുകളിലൊക്കെ സ്വാഭാവികമായിട്ടൊരു തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച പത്മകുമാറിനും മറ്റുള്ളവർക്കൊക്കെ മനസ്സിലാവും. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുന്നേ ഒരു ബൂത്ത് ഓഫീസ് ഉണ്ടാവും, ബൂത്ത് ഓഫീസ് ഫ്രണ്ടിൽ കുറെ പ്രവർത്തകരുണ്ടാവും, അവര് സജീവമായി ഈ വോട്ടർ ലിസ്റ്റ് പരിശോധനയ്ക്കുണ്ടാവും, അല്ലെങ്കിൽ അതിൽ വരാത്ത വോട്ടർമാരെ വിളിച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയുള്ള ഒരു വർക്ക്. അങ്ങനെ ഒരു വർക്കാണല്ലോ തെരഞ്ഞെടുപ്പിന്റെ ദിവസം ഓരോ ബൂത്ത് പുറത്തുള്ള ഔട്ട് ബൂത്തിൽ നമ്മൾ പ്രവർത്തനം നടത്തുന്നത്. ഞാനിന്നലെ കറങ്ങി വന്നപ്പോൾ ഇടയ്ക്ക് വെച്ച് ശ്രീ O രാജഗോപാലിനെയും ശ്രീ സുരേന്ദ്രൻപിള്ളയും ഒക്കെ തന്നെ കണ്ടിരുന്നു. തീർച്ചയായും ആ പ്രതീക്ഷയാണ് താങ്കൾ ഇപ്പോൾ പങ്കുവെക്കുന്നത്. സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത്. താങ്കൾക്ക് വിജയാശംസകൾ ശ്രീ വി ശിവൻകുട്ടി. ഒപ്പം പ്രതികരണങ്ങൾക്കായി സ്റ്റുഡിയോയിലെത്തിയ ശ്രീ ജ്യോതികുമാർ ചാമക്കാല, KPCC സെക്രട്ടറി, ശ്രീ JR പത്മകുമാർ, BJP വക്താവ് എന്നിവർക്കും നന്ദി. ബിഗ് സ്റ്റോറി പൂർത്തിയാവുകയാണ്. നമസ്കാരം.